ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിലൂടെ കനാൻ പ്രവേശനത്തിൽ ഹോശാന യേശു കർത്താവിനെ വരവേൽക്കുന്നതിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മൾ ഈ കഷ്ടാനുഭവ ധ്യാനത്തിലൂടെ നമ്മൾക്ക് ഈ ഭൂമിയിൽ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ ഒരുക്കമുള്ളവരാക്കി തീർക്കുന്ന പ്രത്യേകമായ ഒരു ധ്യാന പദ്ധതി വിശുദ്ധ യൂദയുടെ ലേഖനം ചിന്തിക്കുമ്പോൾ വിശുദ്ധ യൂദയുടെ ലേഖനം വെളിപ്പാട് പുസ്തകത്തിന് തൊട്ട് മുമ്പുള്ളതാണ്. അതിന് 25 വാക്യങ്ങൾ മാത്രമാണ് അതിലുള്ളത്. അതിൻ്റെ പ്രത്യേകത വിശുദ്ധ യൂദ അന്നത്തെ യാക്കോബ് അപ്പോസ്തലൻ്റെ ബിഷപ്പായിരുന്ന യാക്കോബ് അപ്പോസ്തലൻ്റെ സഹോദരനാണ്. യേശു കർത്താവിൻ്റെ ഹാഫ് ബ്രദറാണ്. അങ്ങനെ പലതരത്തിൽ കെട്ടിച്ചാർന്നിയാത്ത യൂദ അല്ല, യൂദായും എസ്കരിയോത്ത യൂദായും ഉണ്ട്. അതുകൊണ്ട് ഈ യൂദ ദൈവസന്നിധിയിൽ വളരെ വിലപ്പെട്ട ആ 25 വാക്യങ്ങളിലൂടെ വേദപുസ്തകം മുഴുവൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം തന്നെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഈ കഷ്ടാനുഭവ ആഴ്ച നമ്മൾ ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ, അപ്പോൾ ഒരു ദാസ്യ മനോഭാവമുള്ള യൂദയെ കാണാനായിട്ട് സാധിക്കും. പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. ഇത് ആർക്കെഴുതുന്നതാണ്? യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവരായ എല്ലാവരും ദൈവസ്നേഹത്തിലുള്ളവർ, ആരെയും മാറ്റി നിർത്തില്ല. എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലുള്ളവരാണ്. നമ്മൾ യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളവർ. അപ്പോൾ നമ്മൾ അതിനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ആ ഒരു ബോധ്യം ഈ വിശുദ്ധ ദിവസങ്ങളിൽ നമുക്കുണ്ടാകണം. ഈ ബോധ്യം നമ്മൾക്ക് ഉണ്ടാവുമ്പോഴാണ്, അവിടെയാണ് യൂദയുടെ ലേഖനം പറയുന്നത്, 2-ാം വാക്യത്തിൽ നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. നിങ്ങളിലുള്ള കരുണ വർദ്ധിക്കണം, സമാധാനം വർദ്ധിക്കണം, സ്നേഹം വർദ്ധിക്കണം. അപ്പോൾ നമ്മളിൽ കരുണ ഉണ്ട്, നമ്മളോട് കരുണ കാണിക്കുന്നവരോട്. സമാധാനമുണ്ട്, നമ്മളോട് സമാധാനം കാണിക്കുന്നവരോട്. നമുക്കെല്ലാവരോടും സ്നേഹമുണ്ട്, നമ്മളോട് സ്നേഹിക്കുന്നവർ. എന്നാൽ അത് വർദ്ധിക്കുക എന്ന് പറയുന്നത് നമ്മളോട് കരുണ ചെയ്യാത്തവരോട് കരുണ ചെയ്യണം, നമ്മളോട് സമാധാനം ഉണ്ടാക്കാത്തവരോട് സമാധാനം ചെയ്യണം, നമ്മളെ സ്നേഹിക്കാത്തവരെ സ്നേഹിക്കാൻ സാധിക്കണം. ഈ നോമ്പുകാലത്ത് അതിനൊരു തീരുമാനം ഈ തിങ്കളാഴ്ച ഉണ്ടാകണം. 3-ാം വാക്യത്തിൽ, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. ഇത് ഭയങ്കരമായ ഒരു പ്രത്യേകതയാണ്. വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് എഴുതുന്ന ഒരു ലേഖനമാണ്. നമ്മുടെ വിശ്വാസം പലപ്പോഴും തെറ്റിപ്പോകും. ഓരോ കാര്യത്തിൽ, ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മളുടെ ഡോക്ട്രിൻസ് പലപ്പോഴും പലർക്കും പല ഡോക്ട്രിൻസ് ആയതുകൊണ്ട് ഓരോരുത്തരുടെ വിശ്വാസം തെറ്റിപ്പോകുന്ന. എന്നാൽ ആ വിശ്വാസത്തിൽ തെറ്റിപ്പോകാതെ യേശു ആരാണെന്നും യേശുവിൻ്റെ രക്ഷ എന്താണെന്നും എങ്ങനെയാണ് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വിശ്വാസി ആയി തീരേണ്ടതിനും എങ്ങനെ ആയിരിക്കണമെന്നും വളരെ വ്യക്തമായി ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. 4-ാം വാക്യത്തിൽ, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞ് വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. നമ്മളെ തെറ്റിക്കുന്ന ഈ ശിക്ഷാവിധി നമുക്ക് ഇടയിൽ വന്ന നമ്മുടെ ചിന്തകളും നമ്മളുടെ അന്തരീക്ഷങ്ങളെ മാറ്റുന്ന പൈശാചികമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാകണം. അതുകൊണ്ട് യേശുക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ നമ്മൾക്ക് എത്രയും വിശുദ്ധ ജീവിതം നയിക്കുവാൻ അതിന് നമ്മൾക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ നോമ്പ് ധ്യാനത്തിലൂടെ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ പദവി നമ്മൾക്ക് ഉപയോഗിക്കുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം സംഭവിക്കുവാൻ, ഞങ്ങളെ തന്നെ വെടിപ്പാക്കുവാൻ, വിശുദ്ധിയാക്കുവാൻ
ഈ ലേഖനത്തിൻ്റെ ലേഖനകർത്താവായിട്ടുള്ള വിശുദ്ധ യൂദ യാക്കോബ് അപ്പോസ്തലൻ്റെ സഹോദരനാണ്, യേശുക്രിസ്തുവിൻ്റെ സഹോദരനാണ്. കർത്താവെ യേശുക്രിസ്തുവിൻ്റെ ദാസനാണെന്നും പറയുന്നു. ആ ദാസ്യത്വത്തിൻ്റെ മനോഭാവത്തിലേക്ക് വന്ന യൂദയെപ്പോലെ ഞങ്ങൾക്ക് ആ ദാസ്യത്വത്തിലേക്ക് വന്ന ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഞങ്ങൾ കൃപ തരണമേ. എന്നാൽ ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഞങ്ങൾ മനസ്സിലാകാതെ കർത്താവെ അഭക്തരായിട്ടുള്ള പല ലോകത്തിൻ്റെ ചിന്തകളിൽ ഞങ്ങൾ കുഴഞ്ഞു പോയി തകർന്നു പോകാതെ അതിൽ രക്ഷപ്പെടുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ. ഞങ്ങളുടെ കേരളത്തിനായി, ഞങ്ങളുടെ ഭാരതത്തിനായി, ലോകരാജ്യങ്ങൾക്കായി, എല്ലാ ചുമതലക്കാർക്കായും, ലോകമെമ്പാടുമുള്ള സുവിശേഷ വേലക്കാർക്കായും, സുവിശേഷം പ്രഘോഷിക്കുന്നവർക്കായും, സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കായും, എല്ലാ മേഖലകളിലും ഉള്ളവർക്കായും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രത്യേക ശുശ്രൂഷയിലൂടെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും പുതിയ ശക്തിയും പുതിയ ബലവും ലഭിച്ച് അവർക്കൊരു പുതിയ ആത്മാവിനെ കൊടുക്കുവാൻ, പുതിയ ശക്തി കൊടുക്കുവാൻ, അവരിലുള്ള സകല അന്ധകാരക്കെട്ടുകളും പൈശാചികക്കെട്ടുകളും മാറി ഒരു പുതിയ അനുഭവം കൊടുക്കുവാൻ സഹായിച്ചാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.